എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വൈഫ് ദിവ്യ, പാർവതി മൂത്ത മോള്, ഗൗരി രണ്ടാമത്തെ മോള്. നമ്മൾ ഈ കാസ്റ്റിൽ സ്റ്റോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനേക്കാൾ ഒരുപടി മുമ്പിൽ നിന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരു കാര്യം പോലും നമ്മളൊരു കാര്യം അവരോട് പറയുമ്പോൾ നോ എന്ന് അവർ പറയുന്നില്ല. അതെങ്ങനെ ചെയ്യാം, അത് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുകയും അതനുസരിച്ച് നമ്മൾ ചിലപ്പോൾ കാര്യങ്ങൾ നമ്മളെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവരത് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തന്നു. നമുക്ക് ഈവൻ രാത്രി സമയം പോലും ഈവൻ രാത്രിയാണോ ഇത്ര മണി വരേക്കെന്നുള്ള ടൈമിലല്ല, എവിടെ നിന്നാണെങ്കിലും ആൾക്കാരെ അറേഞ്ച് ചെയ്ത് എന്തൊക്കെയാണോ ചെയ്യാനുള്ള ബാലൻസുള്ള എല്ലാ വർക്കുകളും ചെയ്ത് ഭംഗിയാക്കി തന്നു. ഈവൻ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം ഇവിടെ വന്ന് നമ്മളുടെ എല്ലാ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും ഈ വർക്കുകൾ ആരാ ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ആരാണ് ഈ വർക്ക് ചെയ്തത് എന്നുള്ളത് നമ്മളോട് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമുക്കെല്ലാം കൊണ്ടും വളരെ സന്തോഷമായിട്ട് ഒരു അപ്രോച്ചാണ് കാസ്റ്റിൽ സ്റ്റോണിൻ്റെ അടുത്തുനിന്ന്. ഈവൻ എക്സെപ്റ്റ് നമുക്ക് കുര്യൻ അതുപോലെ അഖിൽ, ഇവർ രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് അവരുടെ വർക്കുകളിലൂടെ ചെയ്തത്. നമ്മുടെ സ്വപ്ന ഭവനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ബേസിക് ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഫൈനൽ ടച്ച് അതിനകത്ത് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ട് ടീമിനെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഓൺലി ഓപ്ഷൻസ് ഫോണും വാട്സപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇൻ്റർനെറ്റ് ത്രൂ ആണ് കാസ്റ്റിൽ സ്റ്റോൺ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അവർ അതിനകത്തുണ്ടായിരുന്ന നമ്പറിൽ വിളിച്ചപ്പോൾ തന്നെ നല്ല റെസ്പോൺസായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഫോണിൽ വിളിച്ച് സംസാരിച്ചു, സൈറ്റ് പോയി നോക്കാവോ എന്ന് ചോദിച്ചു. അവർ എഗ്രി ചെയ്തു. ഇവിടെ വന്ന് എന്നെ വാട്സപ്പിൽ വിളിച്ചു. പിന്നെ എല്ലാം ത്രൂ വാട്സപ്പ് വീഡിയോ കോൾ ആണ് ചെയ്തത്. ആ ഫൈനൽ ടച്ച് ഞങ്ങൾ എങ്ങനെ വിചാരിച്ചോ അതിൽ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം ചെയ്തു തന്നു. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു ഏരിയ ഉണ്ട്, ഒരു ബ്ലൂ വാളായിട്ടൊരു ഏരിയ ഉണ്ട്, ഒരു പാസേജ് വേ ഉണ്ട്. അത് ആക്ച്വലി ഒരു കിച്ചൺ ആയിരുന്നു, ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആയിരുന്നു ആദ്യം. പിന്നെ ഞങ്ങൾ മാറ്റിയിട്ട് അതൊരു സെൻ സ്പേസ് പോലെ ആക്കാം എന്ന് ഡിസൈഡ് ചെയ്തത്. ഒരു സെൻ സ്പേസ് പോലെ ആക്കി, വെറുതെ ഒരു ചിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഏരിയ പോലെ. പ്രത്യേകിച്ചൊന്നും ഇല്ല, വെറുതെ ഇരിക്കാം, നമുക്ക് കുറച്ച് പീസ് ലൈക്ക് തന്നെ ഇരിക്കണം എന്ന് തോന്നി അവിടെ പോയി ഇരിക്കാം. അപ്പോൾ അത് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ അതാണ്. Another thing I like in this house is that my room, which has like a proper study area and a dressing table, and it just gives us a support to stay there.
ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന വർക്കിൻ്റെ എന്തൊക്കെ ഗ്യാപ്സ് ഉണ്ടായിരുന്നു അതെല്ലാം ഫില്ല് ചെയ്ത് ഒരു കംപ്ലീറ്റ് പ്രോജക്റ്റ് അവർ ഫുള്ള് ചെയ്ത പോലെ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യും. ആര് ചോദിച്ചാലും നമ്പർ കൊടുക്കാൻ ഒരു മടിയില്ല.